വടക്കൻ ഇസ്രായേലിലെ അതിർത്തി പ്രദേശത്ത് ലെബനോൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ജോലി, ജീവിതം, സുരക്ഷിതത്വം എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നു. 2 മാസം മുമ്പ് ഇസ്രായേലിലെത്തിയ കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സ്വെൽ എന്ന 31കാരനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ആക്രമണം നടക്കുന്ന സമയത്ത് നിബിൻ ഇവിടെ ഒരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. ബുഷ് ജോസഫ് ജോർജ്, പോൾ മെൽവിൽ എന്നിങ്ങനെ 2 ഇന്ത്യക്കാർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. യുദ്ധ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ താമസിക്കുന്ന 18,000-ൽ പരം ഇന്ത്യക്കാരോട് രാജ്യത്തിനകത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇസ്രായേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളും പ്രാദേശിക സുരക്ഷാ ഉപദേശങ്ങളും കണക്കിലെടുത്ത് അവിടെയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും, പ്രത്യേകിച്ച് വടക്ക് തെക്ക് അതിർത്തി പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരോ സന്ദർശനത്തിനെത്തിയവരോ ഇസ്രായേലിലെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുന്നു. ഇന്ത്യക്കാരായ എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ എംബസി ഇസ്രായേലി അധികാരികളുമായി ബന്ധപ്പെട്ടു വരികയാണ്. 1,34,00,000 ഇന്ത്യൻ പ്രവാസികളിൽ 66% പേർ UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുണ്ടെന്ന് കഴിഞ്ഞ വർഷം വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. UAEയിൽ 34.1 ലക്ഷം പേരും, സൗദി അറേബ്യയിൽ 25.9 ലക്ഷം പേരും, കുവൈത്തിൽ 10.2 ലക്ഷം പേരും, ഖത്തറിൽ 7.4 ലക്ഷം പേരും, ഒമാനിൽ 7.7 ലക്ഷം പേരും, ബഹ്റൈനിൽ 3.2 ലക്ഷം പേരും, ഇസ്രായേലിൽ 18,000 പേരുമാണ് സർക്കാർ കണക്ക് പ്രകാരമുള്ള പ്രവാസികളുടെ എണ്ണം. 2023-ൽ $123 ബില്യൺ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പ്രവാസികൾ വഴിയെത്തിയത്. US-ന് ശേഷം UAE-യിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പണം കഴിഞ്ഞ വർഷം അയച്ചത്. ശക്തമായ തൊഴിൽ വിപണിയും മിഡിൽ ഈസ്റ്റിലെയും ഉയർന്ന വരുമാന സ്രോതസ്സുള്ള രാജ്യങ്ങളിലെയും കുറഞ്ഞ പണപ്പെരുപ്പ നിരക്കുമാണ് ഇന്ത്യയിലേക്കുള്ള പണമയക്കലിൽ വർധനവ് രേഖപ്പെടുത്താൻ കാരണമെന്ന് ലോകബാങ്കിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അടുത്ത വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണം അയക്കലിൽ 8% വർധനവുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പ്രവചിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയാണ് 2022-ൽ ഏറ്റവും കൂടുതൽ ജോലി വാഗ്ദാനം ചെയ്ത രാജ്യം. മിഡിൽ ഈസ്റ്റിൽ UAE കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികളുള്ള രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. 2022-ൽ 1.78 ലക്ഷം ഇന്ത്യക്കാർക്കാണ് സൗദി അറേബ്യ തൊഴിൽ നൽകിയത്. 2021-നെ അപേക്ഷിച്ച് ഇത് 5 മടങ്ങ് കൂടുതലാണ്. 2021-ൽ 32,845 പേർക്കും 2020-ൽ 44,316 പേർക്കുമാണ് സൗദി തൊഴിൽ നൽകിയത്. കുവൈറ്റാണ് സൗദിക്ക് തൊട്ടുപിറകിലുള്ളത്. 2022-ൽ 2021-നേക്കാൾ 7 മടങ്ങ് പേർക്കാണ് കുവൈറ്റ് ജോലി വാഗ്ദാനം ചെയ്തത്. മൂന്നാമതായി ബഹ്റിനാണുള്ളത്. 10,232 പേർക്കാണ് ബഹ്റിനിൽ 2022-ൽ ജോലി ലഭിച്ചത്. സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററുകളിൽ പരിശീലനം നേടിയ ഏകദേശം 13,944 ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യയിൽ ജോലി ലഭിച്ചതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ നിന്ന് പരിശീലനം നേടിയ 3,646 പേർക്കാണ് ഖത്തറിൽ ജോലി ലഭിച്ചത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റ ജനസംഖ്യയുടെ ഏകദേശം 50% GCC രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ഈ മേഖലയിലെ ഇന്ത്യൻ ജനസംഖ്യയുടെ 70% പേരും ഭാഗികമായി നൈപുണ്യം നേടിയവരും അവിദഗ്ധ തൊഴിലാളികളുമാണ്. എന്നാൽ ഇന്ത്യൻ പ്രൊഫഷണലുകളിൽ 20 മുതൽ 23% വരെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ബാങ്കർമാർ തുടങ്ങിയ വൈറ്റ് കോളർ ജോലികളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന ആക്രമണത്തിന് ശേഷം 1 ലക്ഷം പലസ്തീനിയൻ തൊഴിലാളികളുടെ തൊഴിൽ ലൈസൻസ് ഇസ്രായേൽ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 42,000 ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളെ ജോലിക്കായി അവിടേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇസ്രായേൽ അനുവാദം നൽകി. ഇതു സംബന്ധിച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എലി കോഹനും കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു. 10,000 നിർമ്മാണ തൊഴിലാളികൾക്ക് ഇസ്രായേലിൽ തൊഴിൽ അവസരങ്ങളുണ്ടെന്ന് ഡിസംബറിൽ ഹരിയാന സർക്കാർ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയിരുന്നു. 3,000 ആശാരിമാർ, ഇരുമ്പ് തൊഴിലാളികൾ, 2,000 ടൈൽ വർക്കേഴ്സ്, 2,000 പ്ലാസ്റ്റർമാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. പ്രതിമാസം 6,100 ഷെക്കൽ, അതായത് ഏകദേശം 1,34,000 രൂപ ശമ്പളമായി നൽകുമെന്നും സർക്കാരിന്റെ പരസ്യത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശ് സർക്കാരും സമാനമായ പരസ്യം മാധ്യമങ്ങളിൽ നൽകി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളികൾ കുടുങ്ങിപ്പോയ സംഭവങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2018-ൽ ഇറാഖിൽ IS ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ 39 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി ഇന്ത്യ സമ്മതിച്ചിരുന്നു. 46 ഇന്ത്യൻ നഴ്സുമാരുടെ സംഘത്തെ ഒരാഴ്ചയിലേറെ തടവിലാക്കിയ ശേഷം 2014 ജൂലൈയിൽ
IS ഭീകരവാദികൾ മോചിപ്പിച്ചിരുന്നു. ഇസ്രായേലിലെ ജീവിത ചെലവ് ലോകത്തിലെ 76% രാജ്യങ്ങളെക്കാൾ ചെലവേറിയതാണെന്ന് 2023 ഓഗസ്റ്റിൽ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. പാല്, ബ്രെഡ്, ചീസ് തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കൾക്ക് മറ്റ് OECD രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 58 മുതൽ 70% വില കൂടുതലാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇസ്രായേലിലെ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ വാടക $450 മുതൽ $750 വരെയാണ്. ഒരു ഇസ്രായേൽ ഷെക്കൽ 23.09 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. ടെല്ലവീവിൽ താമസിക്കുന്ന പ്രവാസികൾ താമസത്തിനായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടത്തെ ഇന്റർസിറ്റി ടാക്സികൾക്ക് പോലും വളരെയധികം തുകയാണ് ഈടാക്കുന്നത്. പ്രതിമാസം 1.25 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഇസ്രായേലിലെ കെയർ ഗിവർ ജോലിയാണ് ഇന്ത്യക്കാരെ കൂടുതലായി ആകർഷിക്കുന്നതെന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ ജോലി അധിക സമയം ചെയ്യുന്നവർക്ക് അധിക വരുമാനം ലഭിക്കുന്നതിനൊപ്പം സാപത്തിൽ അവധിയും ലഭിക്കും. 4 വർഷവും 3 മാസവും എന്ന കാലാവധിയാണ് കെയർ ഗിവർ വിസ നൽകുന്നത്. ഇത് വീണ്ടും പുതുക്കാവുന്നതുമാണ്. വിസ കാലാവധി അവസാനിക്കുമ്പോൾ ജോലി ചെയ്യുന്നയാൾ രാജ്യം വിടണം. ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് അല്ലെങ്കിൽ GNM പൂർത്തിയായ ഒരാൾക്ക് കെയർ ഗിവർ ജോലിക്കായി അപേക്ഷിക്കാം. ഹീബ്രുവിലുള്ള 1 മാസ കോഴ്സ് ഇവർ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ജോലിക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യത്തിലുള്ള പരീക്ഷകൾ പാസ്സാകേണ്ടതില്ല എന്നതും പ്രത്യേകതയാണ്. 1990കളുടെ മധ്യം മുതൽ ഈ ജോലിക്കായി പ്രവാസികൾ ഇസ്രായേലിലേക്ക് പോകാറുണ്ട്. പ്രായമായവർക്കും വികലാംഗർക്കും ഹോം കെയർ സേവനം സ്വീകരിക്കാൻ അർഹതയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു നിയമം 1986 ഇസ്രായേൽ സർക്കാർ പാസാക്കിയതിനു ശേഷമാണ് ഇന്ത്യക്കാർ വ്യാപകമായി ഈ ജോലി തേടി അവിടേക്ക് പോയി തുടങ്ങിയത്.